ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞാൻ ഒന്ന് വിളിച്ചു. പക്ഷെ ആരും വന്നില്ല ഇന്ന്. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം. നമ്മെ കൊണ്ടൊന്ന് ഒന്ന് സംസാരിപ്പിക്കണം. എന്നെ അവിടെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ച് മുന്നേ പോയി, അമ്മയ്ക്ക് കാല് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു. അപ്പം നാളെ അമ്മയെ എന്തായാലും കൊണ്ടുപോയി എസ്കേപ്പ് പോകണം. ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് സി എ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ? അപ്പൊ അമ്മ ഒന്ന് സി എ കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് സി എ വിളിപ്പിക്കുമല്ലോ. അപ്പൊ അവർക്കത് അതിന്റെ ഒരു ചൂട് വരും. അല്ലാതെ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ ടെൻഷൻ അനുഭവിക്കേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ അച്ഛൻ ഉപയോഗിക്കുന്ന ഡയപ്പർ എന്ത് മീഡിയം സൈസ് ആണോ ലാർജ് ആണോ ഏതാണ്? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. അതിനല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. വേറൊരു കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ച സൈസ് ചോദിച്ചത് ഒന്നും വേണ്ട ചേട്ടാ. മക്കൾ അതിനെ എന്നെ കാണാതെ മക്കളത് അല്ല അങ്ങനെയല്ല ചേട്ടാ. ഡയപ്പർ എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വച്ചിരിക്കുന്നു. അതല്ല മക്കൾ ഏതാണ് പറയേ, മീഡിയം ആണോ? ഇല്ല ചേട്ടാ, ഇല്ല അതൊന്നും വേണ്ട ചേട്ടാ. അങ്ങനെയുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം ഡയപ്പർ സത്യമായിട്ട് എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വച്ചിരിക്കുന്നു. നിന്റെ ആ ഇടപെടലും സംസാരവും ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി ചേട്ടാ. കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ചേട്ടൻ കുമാരമാവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ 5 വയസ്സിൽ പുലിനംപുറത്ത് വന്നതാ. ഇന്നേ വരെ ഈ അയൽപക്കത്ത് ഒരു മനുഷ്യരോട്ട് ഞാൻ പിണക്കമെന്ന് പറയുന്ന സംഭവം എന്റെ നിഘണ്ടുവിൽ ഇല്ല. ഒരു ആൾക്കാരോടും എനിക്ക് പിണക്കമെന്നുള്ള സംഭവം ഇല്ല. എല്ലാ പേരോടും ഞാൻ അങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ വന്ന് ഇതായിട്ട് ഞാൻ ഈ ബാങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം അതെന്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാരമാന്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അനുശേന്റെ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി സി എ എടുത്ത് സംസാരിക്കുമ്പോൾ സി എ വിളിച്ചോളൂ. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മക്കൾ എന്തായാലും അമ്മ രാവിലെ ഒന്ന് സി എ വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം.